സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഒരു മരണം. തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് മീൻപിടുത്ത തൊഴിലാളിയെ കാണാതായി. പലയിടങ്ങളിലും നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനെ തുടർന്നുള്ള ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം. കണ്ണൂർ ആറളം ഫാമിൽ ഇടിമിന്നലേറ്റ് ചെത്തുതൊഴിലാളി രാജീവൻ മരിച്ചു. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടും പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ കടൽക്ഷോഭത്തിൽ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി. 3 പേർ നീന്തി രക്ഷപ്പെട്ടു. പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷമാണ്. ഞായറാഴ്ച മുതൽ കിടന്ന് ദുരിതമനുഭവിക്കുന്നു. ഒരൊറ്റ മനുഷ്യരും നമ്മളെ തിരിഞ്ഞു നോക്കാനോ നമുക്കൊരു ആനുകൂല്യം തന്നിട്ടുമില്ല. കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് കടലിൽ ഒഴുകിപ്പോയ 9 ഫൈബർ വള്ളങ്ങളെ മത്സ്യത്തൊഴിലാളികൾ കരക്കെത്തിച്ചു. നദികൾ കരകവിഞ്ഞതിനെ തുടർന്ന് പലയിടത്തും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീതിയിലാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 134 അടിയായി. ന്യൂസ് ഡെസ്ക് 24.